2047 വികസിത ഭാരതമെന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ബജറ്റ് അവതരണമാകും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അല്പസമയത്തിനകം പാർലമെന്റിൽ നടത്തുക. നിർമ്മല സീതാരാമന്റെ 9ാമത്തെ ബജറ്റ് പ്രഖ്യാപനം, ഒപ്പം ഒരു ഞായറാഴ്ച ദിവസം ബജറ്റ് അവതരണം നടത്തുന്നു എന്ന സവിശേഷത കൂടി. കൃഷ്ണരാജ്, ഈ 2014 ശേഷം ഈ ബജറ്റിന്റെ അവതരണത്തിൽ പോലും എത്രയൊക്കെയോ മാറ്റങ്ങളുണ്ടായി. നേരത്തെ ഓർമ്മയില്ലേ, റെയിൽവേ ബജറ്റും കേന്ദ്ര ബജറ്റും രണ്ടായി. കേന്ദ്ര ധനമന്ത്രിക്ക് അറിഞ്ഞിട്ട പേരാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളത് നമ്മുടെ ഓഖി നടന്ന സമയത്ത് കേരളത്തിലേക്ക് വന്നപ്പോൾ എല്ലാ പ്രൊഫൈലുകളിലും നിർമ്മല സീതാരാമൻ ചിരിച്ചു നിൽക്കുന്ന മുഖമായിരുന്നു. അത്ര സൗമ്യതയോടെ നൈർമല്യത്തോടെ ഇടപെടുന്ന ഒരാൾ, ഭാഷകൾ വ്യക്തമായി കൈകാര്യം. മുൻപ് അതേ സ്ഥലത്ത് മുഖ്യമന്ത്രി എന്നപ്പോൾ വേറെ പ്രതികരണമായിരുന്നു, തുഴയെടുത്താണ് ഓടിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ നൈർമല്യത്തോടെ ഭാഷകൾ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകണമെന്ന ആഗ്രഹത്തോടെ എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ് നിർമ്മല സീതാരാമൻ. അപ്പോൾ ആ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ഒരുപക്ഷെ ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ. ഒപ്പം ആ ബ്രീഫ് കേസ് മാറി, അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ തനിമയിലേക്ക് തന്നെ എത്തുക എന്നത് അതെല്ലാ അർത്ഥത്തിലും ബജറ്റ് അവതരണത്തിലുണ്ട്. ഒപ്പം പുതിയ ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ധനമന്ത്രാലയം മാറിയിരിക്കുന്നു. മുൻപ് അധിനിവേശ ശക്തികൾ, മുൻപ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ബ്രിട്ടീഷുകാരൊക്കെ നിർമ്മിച്ച ആ ബ്ലോക്കുകളിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ നമ്മൾ സ്വയം നിർമ്മിച്ച പാർലമെൻറ്റാണ്. അത് ഭാരതത്തിൻ്റെ തനിമയും ഈ മഹത്തരമായ ദേശത്തിൻ്റെ നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന പുതിയ പാർലമെന്റിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഈ ബജറ്റ് അവതരണം എന്നുള്ള സവിശേഷത. ഒപ്പം പുതിയ ധനമന്ത്രാലയത്തിലേക്ക് നമ്മൾ മാറിയതിന് ശേഷമുള്ള ബജറ്റ് അവതരണം, ബ്രീഫ് കേസുകളൊക്കെ പോയി മറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തനത് രീതിയിലുള്ള ഒരു പെട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബജറ്റ് അവതരണത്തിന്റെ ശൈലിയിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. മുൻപ് റെയിൽവേ ബജറ്റ് എന്ന നിലയിൽ മറ്റൊരു ദിവസമായിരുന്നു റെയിൽ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അതിപ്പോൾ കേന്ദ്ര ബജറ്റിനൊപ്പം ചേർന്നുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാ ഞായറാഴ്ച ദിവസം ബജറ്റ് അവതരിപ്പിക്കുന്നു. ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് GST എന്ന വളരെ ചരിത്രപരമായിട്ടുള്ള അർദ്ധരാത്രിയിലാണ്. GST നിരക്ക്, ഞാൻ അതായിരുന്നു പറഞ്ഞു വന്നത്. GST നിരക്ക് കുറച്ചതിലൂടെ സാധാരണക്കാർക്കുണ്ടായ നേട്ടങ്ങൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് കാലയളവിലുള്ള. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ 4-5 ലക്ഷം രൂപ കൊടുത്തൊരു കാർ വാങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏകദേശം 1 ലക്ഷം രൂപയോളം കുറയുകയാണ്. അപ്പോൾ GST നിരക്കുണ്ടാക്കിയ ഒരു ഇമ്പാക്ട് സാധാരണ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിയതാണ്. ഇനി ഈ യൂറോപ്യൻ യൂണിയനുമായി കരാർ, അവിടെ നിന്നുള്ള ഇറക്കുമതി, ഇവിടെ നിന്നുള്ള അവിടേക്കുള്ള കയറ്റുമതി, ഇതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് മറ്റൊന്നാണ്. ഈ ഇറക്കുമതി തീരുവ കുറയുമ്പോൾ സ്വാഭാവികമായും വില കുറയും എന്നാണ്. അപ്പോൾ അങ്ങനെയും ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ചേർത്ത് പിടിക്കാവുന്നവരൊക്കെ ചേർത്ത് പിടിക്കാനാകുമോ ആ തലങ്ങളിലൊക്കെ എത്തി സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കുന്ന സർക്കാർ, അങ്ങനെ വേണം പറഞ്ഞു നിർത്താൻ. ഉറപ്പായും. ഒപ്പം അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള ഈ സർക്കാരിന്റെ വലിയ പദ്ധതികൾ, കാരണം 2014 മുതൽ ഇങ്ങോട്ട് നരേന്ദ്രമോദി എന്ന നേതാവിന് ഈ രാജ്യത്തെ ജനങ്ങൾ തുടർഭരണം നൽകുന്നുണ്ടെങ്കിൽ അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ സർക്കാരിൻ്റെ വികസന സങ്കല്പങ്ങൾ, ഈ സർക്കാരിന് ജനങ്ങൾക്ക് നൽകുന്ന പദ്ധതികൾ, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചിരുന്നു. ആയുഷ്മാൻ ഭാരത് പോലെയുള്ള പദ്ധതികൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയാണ്. ഇത്രയും അധികം ജനസംഖ്യയുള്ള 141 കോടി എന്ന് പറയുന്നത്, കൃഷ്ണരാജ്, അത് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള രാജ്യം റഷ്യയാണ്. റഷ്യയുടെ പ്രത്യേകത അറിയാമല്ലോ, 2 കോണ്ടിനെന്റിലാണ്, ഏഷ്യയിലും യൂറോപ്പിലുമായി പരന്നു കിടക്കുന്ന രാജ്യമാണ്. പക്ഷേ ആ രാജ്യത്ത് 14 കോടി ജനങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ വലിപ്പം അത്രത്തോളം വലുതാണ്. അത്രത്തോളം വിശാലമായൊരു ദേശത്ത് ഇതാ 70 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യമായി ആരോഗ്യ പദ്ധതിയുടെ ഭാഗമാക്കുന്നു. സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. അതോടൊപ്പം തന്നെ ഗരീബ് കല്യാൺ അന്ന യോജന, 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായി റേഷൻ നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ റേഷൻ പദ്ധതി അല്ലെങ്കിൽ ഭക്ഷ്യ പദ്ധതിയാണ് ഗരീബ് കല്യാൺ അന്ന യോജന. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ. ആയുഷ്മാൻ ഭാരത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഉജ്ജ്വല യോജന, ഗ്യാസ് സിലിണ്ടറുകൾ സൗജന്യമായി കൊടുക്കുന്ന പദ്ധതി. സ്വച്ഛ് ഭാരത്, 2014 ഈ സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം നമ്മുടെ ദേശത്ത് ശുചിത്വബോധം സാധാരണക്കാരിൽ ഉണ്ടാകണം എന്ന് കൃത്യമായി മുന്നോട്ട് വെച്ചുകൊണ്ട് തുടങ്ങി വെച്ച പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായി 14 കോടി ശൗചാലയങ്ങൾ ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിർമ്മിച്ചു. ശ്രീകാന്ത് ഡൽഹിയിൽ ചേരുന്നു പാർലമെന്റിൽ നിന്നും. ശ്രീകാന്ത്, ഇപ്പോൾ സമയം 10:59, കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ബജറ്റ് പ്രസംഗത്തിലേക്ക് കടക്കാം. അവസാന ഘട്ടത്തിൽ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് ശ്രീകാന്ത്? ഗൗതം, രാഷ്ട്രപതിയിൽ നിന്നും ബജറ്റ് അവതരിപ്പിക്കുന്നതിനുള്ള അനുമതി വാങ്ങി, മധുരം സ്വീകരിച്ചു. ശേഷം പാർലമെന്റിൽ ഇതിന്റെ മന്ത്രിസഭാ യോഗം ചേർന്നു. അതിന്റെ ബ്രീഫിംഗ് അവിടെ വെച്ച് നടന്നു. മന്ത്രിസഭാ യോഗം ഈ ബജറ്റിന് അംഗീകാരം
നൽകുകയും ചെയ്തു. ഇനിയിപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ വെറും 1 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് 2026-27 കേന്ദ്ര ബജറ്റ് അല്പസമയത്തിനകം അവതരിപ്പിക്കും. നിർമ്മലാ സീതാരാമൻ അതിനുള്ള നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബജറ്റ് അവതരണ നടപടിയിലേക്ക് മാത്രമേ കടക്കേണ്ടതുള്ളൂ. നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ചിടത്തോളം 9ാമത്തെ തുടർച്ചയായ ബജറ്റ് അവതരണം ആണ് അവരുടെ ഭാഗത്തുനിന്നും നടക്കാൻ പോകുന്നത്. മറ്റൊന്ന്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തന്നെ സാധാരണഗതിയിൽ ഈ ഉത്തരേന്ത്യയിലൊക്കെ ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു അവധി ദിവസമാണ്. പക്ഷേ ആ അവധിയുടെ മൂടൊക്കെ മാറി എല്ലാ മന്ത്രാലയങ്ങളും സജീവമായി, സർക്കാർ ഓഫീസുകളൊക്കെ തന്നെ സജീവമായ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ബജറ്റ് 2047 മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ബജറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള ബജറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്.